നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ വെയിറ്റ് ചെയ്തിരുന്ന യു.എസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നലെ വന്നു. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ 25 ബേസ് പോയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വർഷം 4 റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്ന വിപണി ജെറോം പൗൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 2 റേറ്റ് കട്ടാണ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള പ്രസ്താവന അത് യു.എസ് മാർക്കറ്റിനെ അതിതീവ്രമായ രീതിയിൽ ഇന്നലെ താഴേക്ക് ഇടിയാനായിട്ട് കാരണമായി. ഓൾറെഡി തന്നെ റാലി രേഖപ്പെടുത്തി ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന നാസ്ഡാക്കും ഡോയിനും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. യു.എസ് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഏകദേശം 1000 പോയിൻ്റാണ് ഡോ ഇടിഞ്ഞിട്ടുള്ളത്. നാസ്ഡാക്ക് ആവട്ടെ ഏകദേശം ഒരു 3.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. യു.എസ് മാർക്കറ്റിനെ അന്ധമായിട്ട് പിന്തുടരുന്ന ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വലിയ തോതിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ആണ്. അതിനുശേഷം റിക്കവറി ആവോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 600 പോയിൻ്റാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി റിക്കവറി ആയിട്ടുള്ളത്. എങ്കിലും എഫ് ഐ എസ് ഒരു സെല്ലിംഗ് മോഡലാണ്. ഇന്നലെയും എഫ് ഐ എസ് 1300 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. 4084 കോടി രൂപയ്ക്ക് ഡി ഐ എസ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തി. എങ്കിൽ കൂടി മാർക്കറ്റിൽ അതൊന്നും തന്നെ റിഫ്ലക്റ്റ് ചെയ്തത് കണ്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് നേരെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $5284 ഇടിഞ്ഞ് നിൽക്കുകയാണ്. 1 ലക്ഷം ആണ് ബിറ്റ്കോയിൻ്റെ സ്പോട്ട്. കൂടാതെ ബ്രന്റ് ഓയിൽ $72 പെർ ബാരൽ. ഗോൾഡ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്, $2591 പെർ ഔൺസ്. അപ്പോൾ ഈ കേരളത്തിലും ഗോൾഡ് ഒന്ന് ഇടിഞ്ഞ് കാണണം. ഇന്ത്യ വിക്സ് ഇന്നലെ ഒന്ന് കൂൾ ഡൗൺ ആയി 14.3 ഇന്ന് കണ്ടറിയണം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ സ്റ്റേബിൾ ആകുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ യു.എസ് മാർക്കറ്റിൻ്റെ ഇടിവ് കാരണം എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇടിവിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ആ ഇടിവിൽ പങ്കാളിയായിട്ടില്ല. അതിനു മുമ്പേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും താഴെ കാണാം ഡോ 1123 പോയിന്റ് ഇടിഞ്ഞു. നാസ്ഡാക്ക് ആവട്ടെ 3.5% ഇടിവാണ് നാസ്ഡാക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ IT കമ്പനീസിലും അത് റിഫ്ലക്റ്റ് ചെയ്തു. ഇൻഫോസിസ് 2.5% ഇടിഞ്ഞു. എന്നാൽ എക്സ്റ്റൻഡിൽ 1% തിരിച്ചു കയറി. അപ്പോൾ 1.5% ഇടിഞ്ഞു. വിപ്രോ 2% ഇടിഞ്ഞു. എക്സ്റ്റൻഡിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. HDFC ബാങ്ക് 1.6% ഇടിഞ്ഞു. എക്സ്റ്റൻഡിൽ 0.5% ഫർദറായിട്ട് ഇടിഞ്ഞു. ഓൾ ടുഗദർ 2% ഇടിഞ്ഞു. ICICI 2.8% ഇടിഞ്ഞു. സ്ലൈറ്റ്ലി റിക്കവറി രേഖപ്പെടുത്തിയെങ്കിലും 2.5% ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസ് GDRലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റിലയൻസിൽ ആ ഒരു ഇടിവ് റിഫ്ലക്റ്റ് ആയിട്ടില്ല. GDRും ADRും വേറെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം ഏഷ്യൻ പെയിൻ്റ് ആണ്. ഏഷ്യൻ പെയിൻറ്റിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എല്ലാം തന്നെ റിസൈൻ ചെയ്യുക എന്നുള്ള ന്യൂസുകളുണ്ട്. ഡോം ഇൻഡസ്ട്രീസ് കമ്പനി FILA ഡോം ഇൻഡസ്ട്രീസിൻ്റെ 3% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിൽക്കുകയാണ്. സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് 600 കോടി രൂപ. സാഗിൾ പ്രീപെയ്ഡ് സർവീസ് ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 550 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ലുപ്പിന് പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഗുൽഷൻ പോളീസ് കമ്പനി ഇവർക്ക് 50 കോടി രൂപയുടെ PLI സ്കീം ഇൻസെൻറ്റീവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. IOL കെമിക്കൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 27 റെക്കോർഡ് ഡേറ്റ്. FDC കമ്പനി പുതിയ മെഡിസിന് ANDAയുടെ അംഗീകാരം ലഭിച്ചു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് റിയാലിറ്റി കമ്പനിയാണ്. അവർ ബാംഗ്ലൂരിൽ പുതിയൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് 500 കോടി രൂപയുടെ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ ആരംഭിച്ചു. ഗാന്ധാരി ഓയിൽ റിഫൈനറി കമ്പനി US FDA ഇൻസ്പെക്ഷൻ നടത്തി EIR സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിറ്റ്കോ കഴിഞ്ഞ ദിവസം പ്രസ്റ്റീജിൽ നിന്ന് ഓർഡർ കിട്ടി 5% UC പോയ നിറ്റ്കോ വീണ്ടും 105 കോടി രൂപയുടെ ഓർഡർ അതേ പ്രസ്റ്റീജിൽ നിന്ന് ലഭിച്ചു. പ്രസ്റ്റോൺ എഞ്ചിനീയറിംഗ് കമ്പനി 872 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രസിഷൻ കമ്പനി ഇവർ ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. JSW ഇൻഫ്ര കമ്പനി ഇവർക്കൊരു 500 കോടി രൂപയുടെ ലോൺ ICICI ബാങ്കിൽ നിന്നും കാനറ ബാങ്കിൽ നിന്നും ലഭിച്ചു. അപ്പോൾ ഇവരുടെ നിലവിലുള്ള പ്ലാന്റ് വിപുലീകരണം ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റും. യൂണിമെക്ക് കമ്പനി
ഇവരുടെ IPO 500 കോടി രൂപയുടെ IPOയുടെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. യഥാർത്ഥ ഹോസ്പിറ്റൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ അവർ 626 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സംഗി മൂവേഴ്സ് കമ്പനി ഇവർ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സബ്സിഡിയറി കമ്പനി ഇവർ ആരംഭിച്ചു. ഇൻ്റർടെക് ബിൽഡിംഗ് പ്രൊഡക്റ്റ് കമ്പനി ഇവർ ഇന്ത്യൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി ഒറ്റു റിന്യൂവബിൾ എനർജിയുടെ 34% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഇൻഫോസിസ് ഇവിടെ ഒരു കൽക്കട്ടയിൽ പുതിയ ആർട്ട് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കമ്പനി ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ക്രൂഷ്യലാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നലെ ഇത്തരം വലിയ ഈവൻ്റുള്ള ദിവസങ്ങളിൽ പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കാതിരിക്കുന്നതിൻ്റെ ആവശ്യകത ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.